അപ്പം ഞാനിപ്പോൾ പോകുന്നത് പല്ല് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അല്ല കേട്ടോ, എൻ്റെ അടുത്തുള്ളൊരു ദീദീൻ്റെയാണ്. ഒരു കൂടെ വരാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങ് പോയി. അപ്പം നിങ്ങൾ വിചാരിക്കും ഹിന്ദിയൊക്കെ അറിയല്ലേ എന്ന്. ഒന്നും അറിയില്ല. മനസ്സിലാവുമെങ്കിലും തിരിച്ച് പറയാൻ കുറച്ച് പണിയാണ്. എന്നാലും തട്ടിമുട്ടിയിട്ട് അവർക്ക് നമുക്കറിയില്ല എന്നുള്ളതുകൊണ്ട് അവരും കുറച്ച് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ പോകും. അപ്പോൾ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് തരാമെന്ന് പറയുന്നത്. ഡോക്ടർ ഇന്ന് ഇല്ല, ഇൻസ്പെക്ഷന് പോയിന്, വരാൻ ലേറ്റാവും, വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം, അല്ലെങ്കിൽ പോയിട്ട് നാളെ വരാം. പിന്നെ നമ്മൾ ഇരിക്കാൻ നിന്നിട്ടില്ല, പോയിട്ട് നാളെ വരാമെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടുത്തെ ഗേറ്റിൽ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഏത് യൂണിറ്റിൻ്റെ എന്നെല്ലാം കാണിച്ചു കൊടുക്കണം. അവർ പേരൊക്കെ എഴുതി വെക്കും. അത് കഴിഞ്ഞ് ഇവിടുത്തെ മെയിൻ റോഡിൽ കയറായിരുന്നു ഈ ഹോസ്പിറ്റലിലേക്ക്. ഇവിടുത്തെ മെയിൻ റോഡെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടി. ഇവിടുത്തെ വണ്ടിക്കാരാ. അയ്യോ, കേരളം പോലൊന്നുമല്ല. കേരളമൊക്കെ എത്രയോ സുഖമാണ്. കേരളത്തിൽ എന്തൊക്കെ നിയമമുണ്ടെന്ന് നമ്മളിങ്ങനെ പറയും, ആ നിയമം ഈ നിയമം. പക്ഷെ അതൊക്കെ വേണം. ഇവിടെയെന്ന് വെച്ചാൽ പോകുന്ന വണ്ടി എപ്പോൾ എങ്ങോട്ടാണ് തിരിക്കുക, എങ്ങോട്ട് എടുക്കുക, ആരെ നെഞ്ഞത്തെ കയറുമെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്കും റോങ് ആയിട്ടാണ് ഇവിടുത്തെ ഡ്രൈവിങ്. ഒരു നിയമവും ഇല്ല. അടുത്തോട്ടിയോ വലത്തോട്ടിയോ ഏത് സൈഡിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് എത്തേണ്ട അടുത്ത് എത്താം.